എത്താം. ശ്രീ പ്രിന്റു കുറച്ചധികം നേരമായി ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് സംസാരിക്കുന്നതിനേക്കാൾ താല്പര്യം നിങ്ങളുടെ ഈ വാദം പ്രേക്ഷകർ കേൾക്കട്ടെ എന്നായിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു മുഖഭാഷയിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ സാധിച്ചത്. പക്ഷേ പ്രിന്റു, എന്തൊക്കെ പറഞ്ഞാലും ഈ ലഡു ഇപ്പോൾ പൊട്ടുമെന്നാണല്ലോ കരുതിക്കൊണ്ടിരിക്കുന്നത് BJP. പക്ഷേ ഈ അവസാന നിമിഷവും ട്വിസ്റ്റുകൾ തന്നെയാണ് സംഭവിക്കുന്നത് ബീഹാറിൽ. ഇപ്പോഴും JDU പറയുന്നത് മുന്നണിക്കകത്ത് പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. അഭിലാഷ് സാർ, ഈ മുന്നണിയെ സംബന്ധിച്ച്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു ഭയവും ആശങ്കയും ഉണ്ടായിരുന്നില്ല. കാരണം ഇതൊരു ഗമാഡിയ സഖ്യമാണ്. ഗമാഡിയ സഖ്യം എന്ന് പറഞ്ഞാൽ അഹങ്കാരികളായിട്ടുള്ള ഒരു പറ്റം ആളുകളുടെ സഖ്യം. രണ്ടാമത് ഒരു പരിവാർ സഖ്യമാണ്. പരിവാർ സഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ 7ഓളം കുടുംബാധിപത്യമുള്ള ആളുകൾ ചേർന്ന് 23ഓളം ആളുകളെ ചേർത്തുകൊണ്ടുള്ള കുറെ കാലങ്ങളായി ഇന്ത്യ രാജ്യത്തിന്റെ സർവ്വസമ്പത്തും കൊള്ളയടിക്കുന്ന കുടുംബാധിപത്യമുള്ള ഒരു മുന്നണി സംവിധാനം. ഈ മുന്നണി സംവിധാനത്തിന്റെ ആളുകളും ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചരമമടയും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. ആ സംശയത്തെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്കറിയാം മമത ആദ്യത്തെ ബോംബ് പൊട്ടിച്ചത്. രണ്ടാമത്തെ ബോംബ് പൊട്ടിച്ചത് ഇപ്പോ നിതീഷ് കുമാറാണ്. നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ സംസ്കാരം, അദ്ദേഹം ആ സംസ്കാരത്തിന് വിരുദ്ധമായി ഒരുപക്ഷെ രാഷ്ട്രീയ വഞ്ചന കാണിച്ചിട്ടാണ് അദ്ദേഹം ഞങ്ങളുടെ മുന്നണിയിൽ നിന്ന് പോയതിനു ശേഷം തിരിച്ച് അദ്ദേഹത്തിന് ഒരു മാനസാന്തരം ഉണ്ടായി. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അതിന്റെ സ്വാഗതം ചെയ്യും. സ്വാഭാവികമായി അങ്ങനെയാണല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞെടുത്തൊരു സെൽഫ് ഗോൾ ഇല്ലേ? ഈ പരിവാർ സഖ്യത്തിന്റെ ഭാഗമല്ലേ? ഈ പൊതുവെ പരിവാർ സഖ്യം എന്ന് പറയുന്നതിന്റെ ഭാഗമാകുന്നു. ഒരുപക്ഷെ അദ്ദേഹം അതിൽ നിന്ന് ചെറിയ എതിർപ്പുകളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും നിതീഷ് കുമാറിന് നമുക്കങ്ങനെ പരിവാർ സഖ്യത്തിന്റെ ക്രെഡിബിലിറ്റി ഇല്ല. താങ്കൾ പറഞ്ഞ പോലെ മക്കൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താം. പക്ഷേ ഈ ചാഞ്ചാട്ടത്തിൽ ഇന്ത്യ കണ്ടിട്ടുള്ള ആയാറാം ഗയാറാം എന്ന് പറയുന്ന ഒരു പ്രയോഗം നിതീഷിനേക്കാൾ പിന്നീട് ആർക്കാണ് കൂടുതൽ ചേരുക? തീർച്ചയായും രാഷ്ട്രീയത്തിൽ നാം സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി ശത്രുക്കളും ഇല്ല, ബന്ധുക്കളും ഇല്ല. അതത് പരിസ്ഥിതിയിൽ എങ്ങനെയാണോ ആ രാഷ്ട്രീയത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം BJPയോട് കൂടെ വരാൻ തയ്യാറാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. അദ്ദേഹം അത് തീരുമാനിക്കട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നിതീഷ് കുമാർ കേവലം ഒരു ഈ ചെയർമാൻ സ്ഥാനത്തിനോ കൺവീനർ സ്ഥാനത്തിനുമാണ് ഈ മമതയും നിതീഷും ഒക്കെ ഈ പറയുന്ന ചാഞ്ചാട്ടം നടത്തുന്നുള്ള ഒരു രാഷ്ട്രീയ ബ്ലണ്ടർ ആരും പറയരുത്. നമുക്കറിയാം നല്ല രാഷ്ട്രീയ പരിണിതപ്രജ്ഞരാണ് ഈ നിതീഷ് കുമാറും നമ്മുടെ മമതാ ബാനർജിയും ഒക്കെ. കൃത്യമായിട്ട് നമുക്കറിയാം ഈ രാജ്യത്തിന്റെ ഒരു 10-40 വർഷത്തെ ചരിത്രത്തിൽ ഈ ചരിത്രത്തിന്റെ ഭാഗമായി കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചവരാണ് മമതാ ബാനർജിയും നിതീഷ് കുമാറും. സംശയം വേണ്ട. കാരണം ഈ ബീഹാറിന്റെ ജംഗിൾ രാജ്യത്ത് മോചിപ്പിച്ചതാണ് നിതീഷ് കുമാർ. അതുപോലെ തന്നെ 34 വർഷത്തെ പോരാട്ടം, കമ്മ്യൂണിസ്റ്റുകാർക്ക് പോരാട്ടത്തിൽ കോൺഗ്രസിൽ നിന്നുകൊണ്ട് പോരാടിക്കൊണ്ട് കോൺഗ്രസിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പോരാടിയ ആളാണ് മമത. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ പൾസ് കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകളാണ് ഈ രണ്ടുപേരും. ഈ രണ്ടുപേരുമാണല്ലോ പ്രബലമായിട്ടുള്ള മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് ആളുകൾ, രണ്ട് മുഖ്യമന്ത്രിമാർ. സ്വാഭാവികമായിട്ട് അവർക്കറിയാം വരാൻ പോകുന്ന 2024 ഇലക്ഷൻ എന്ന് പറയുന്നത് BJP തൂത്തുവാരാൻ പോകുന്ന ഇലക്ഷനാണ്. സ്വാഭാവികമായി ഇപ്പോൾ ചിന്തിക്കുന്നത് ഇനി ഞങ്ങൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുക എന്നുള്ള സ്വപ്നം ദിവാസ്വപ്നമാണ്. പിന്നെ ആകെ ചെയ്യാവുന്ന ഒരു കേസ് മമതയുടെ മുഖ്യമന്ത്രി സീറ്റ് ഉറപ്പിക്കുകയും നിതീഷ് കുമാറിന് നിതീഷിന്റെ ബീഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ള രണ്ട് ടിവിലുകളാണ് സ്വാഭാവികമായിട്ട് അവർ ചെയ്യുന്നത്. കാരണം ഈ ഇന്റർനാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രബലമല്ലാത്ത ഒരു ശക്തി ആകാത്തിടത്തോളം കാലം ഈ മുന്നണി സംവിധാനത്തെ ഒരിക്കലും കോൺഗ്രസിന് നിയന്ത്രിക്കാൻ സാധിക്കില്ല. നമുക്കറിയാം കഴിഞ്ഞ നേരത്തെ സിറാജ് പ്രസാദ് പറഞ്ഞല്ലോ, കഴിഞ്ഞ UPA സർക്കാർ രൂപീകരിക്കുന്ന സമയത്ത് 60 ഫിക്സഡ് ആയിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ MP-മാരായിരുന്നു. സത്യത്തിൽ ആ MP-മാർ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിനനുസരിച്ച് സഖ്യം വരുന്നു. സ്വാഭാവികമായി ആ സഖ്യത്തെ നിയന്ത്രിക്കാൻ ആ സുർജിത്തിനെ പോലെയുള്ള ഒരാൾ ഉണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ സോണിയാഗാന്ധി, അഹമ്മദ് പട്ടേൽ, ഗുലാം നബി ആസാദ്, മോത്തിലാൽ വോറ തുടങ്ങിയിട്ടുള്ള ഒരു കോൺഗ്രസിനകത്തുള്ള ഒരു കൃത്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ പവറുള്ള ഗ്രൂപ്പായിരുന്നു അന്ന് UPA സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുവരും. ഇന്ന് സ്വാഭാവികമായിട്ട് കോൺഗ്രസിനെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള ഈ വെട്ടിപിടിക്കുന്ന KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളാണ്. KC വേണുഗോപാൽ പോലെ ആളാണ് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തി എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ വേണുഗോപാൽ മോശമാക്കിയിട്ടല്ല പറഞ്ഞു, ഞാൻ പറഞ്ഞതിന്റെ പ്രസക്തി. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഗുലാം നബി ആസാദിനെ പോലെ, മോത്തിലാൽ വോറയെ പോലെ, അഹമ്മദ് പട്ടേലിനെ പോലെയുള്ള പരിണിതപ്രജ്ഞരെ സുർജിത്തിനെ പോലെയുള്ള ആളുകളായിരുന്നു UPA സർക്കാരിനെ നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് സാഹചര്യം മാറി.
സ്വാഭാവികമായി കോൺഗ്രസിനകത്തുള്ള സീറ്റ് എന്ന് പറയുന്നത് 52 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. 52 സീറ്റുള്ള കോൺഗ്രസിന് ഈ 52 കിട്ടും, ഇനി രാഹുൽ ഗാന്ധി പോലും വിജയിക്കാൻ പറ്റൂ എന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്താണ് ഒരു വയനാട്ടിൽ നമ്മളെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോലും പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പോലും ഇവർ പങ്കെടുക്കാതിരുന്നു. നമുക്കറിയാമോ, നേരത്തെ CP സത്യൻ സാർ പറഞ്ഞ ഒരു കാര്യത്തും കൂടി ഞാനൊന്ന് തിരുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ രാമനെ പ്രതിഷ്ഠിച്ചു. സാർ, CP സത്യൻ സാർ രാഷ്ട്രീയ രാമനല്ല സാർ, രാമൻ ഈ രാജ്യത്തിന്റെ ആത്മാവ്. 500 വർഷമായി ആത്മാവിന്റെ ചോദന നഷ്ടപ്പെടുന്ന രാജ്യമായി ആ രാജ്യത്തിലേക്ക് ആ രാജ്യത്തിന്റെ ആത്മാവാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയത്. സത്യം ആത്മാവിനെ തിരിച്ചു കൊണ്ടുവന്നതാണ്. അപ്പൊ രാമന്റെ രാഷ്ട്രീയ ആ സാധനത്തെ CP സത്യൻ സാർ ഒന്ന് വിഷയം ഈ രാമ പ്രതിഷ്ഠ ഒരുപാട് ചർച്ച ചെയ്തത് കൊണ്ടാണ് ഞാനൊന്ന് ഇടപെടുന്നത്. CP സത്യൻ സൂചിപ്പിച്ചത് വളരെ കൃത്യമായ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിലേക്കും അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിലേക്ക് ആ ഒരു പൾസിലേക്ക് BJP എത്തി നിൽക്കുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ശരിയാണ്. ഞാൻ അതിനകത്തൊരു വാക്കാണ് താങ്കൾക്ക് അഭിപ്രായം രാഷ്ട്രീയ രാമൻ, അത് ഞാൻ പറഞ്ഞത് രാമന്റെ അസ്തിത്വം നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സാർ അത് പറഞ്ഞത്. അപ്പൊ നമ്മൾ പതിറ്റാണ്ടുകളായി രാമൻ ഒക്കെ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട് എന്നുള്ളത് വസ്തുതയാണല്ലോ. വസ്തുതയാണ്. അഭിലാഷ് സാർ, ഞാൻ ഈ പ്രാണപ്രതിഷ്ഠ അതൊരു ഞാൻ പറഞ്ഞത് ആലങ്കാരികമായി പറയുകയല്ല. നമുക്കതിൽ സമയം കളയേണ്ടതില്ല. അതെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി കൊണ്ട് കൃത്യമായിട്ട് ആരാണ് നയിക്കുക, ഈ മുന്നണിയെ കൃത്യമായി നയിക്കാൻ ഒരാൾ വേണം. പിന്നെ സ്വാഭാവികമായിട്ട് ഈ BJP സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞല്ലോ, വസന്ത് പറഞ്ഞല്ലോ, കോൺഗ്രസ് അവരുടെ 180 സീറ്റ് വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. അപ്പൊ തന്നെ കോൺഗ്രസ് പരാജയം സംബന്ധിച്ചു എന്നുള്ളതല്ലേ. നോക്കൂ, കഴിഞ്ഞ 2ാം UPA സർക്കാർ കോൺഗ്രസിന്റെ സീറ്റ് 212 സീറ്റാണ്. 212 സീറ്റാണ്. എന്നാൽ കഴിഞ്ഞ തവണ BJP 427 സ്ഥലങ്ങളിൽ BJP മത്സരിക്കുന്നു. 427 സ്ഥലങ്ങളിൽ മത്സരിച്ച് BJP 303 സ്ഥലങ്ങളിൽ വിജയിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ BJP മത്സരിക്കാൻ പോകുന്ന 480-നും 90-നും ഇടയിൽ സീറ്റാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ആത്മവിശ്വാസം വളരെ കൂടുതലാണ് സാർ. ഞങ്ങൾ സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ഘടകകക്ഷികൾ കൊടുത്തുകൊണ്ട് പരാജയം ഏറ്റുവാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ തട്ടിക്കൂട്ട് മുള്ളുമുരുട്ടും മുർക്കൻ ബാബു മുന്നണി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് അത് സ്വാഭാവികമായിട്ട് ഈ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് തന്നെ ചരമം അടയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനൊരു കാര്യം ഒന്നാമത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട സാർ, നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബാധിപത്യത്തിനെതിരെയുള്ള ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. അത് സോണിയാഗാന്ധിയുടെ കുടുംബത്തിനായിക്കോട്ടെ, ഈ നെഹ്റു കുടുംബത്തിനെതിരായിക്കോട്ടെ, ഇനി പറയുന്ന കാശ്മീരിൽ പോലും കുടുംബാധിപത്യമാണ് സാർ. നമ്മൾ പറയുന്ന കാശ്മീര്, ആ കാശ്മീരിലെ കുടുംബാധിപത്യം ഇതിന്റെ ഭാഗമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യ ചരിത്രത്തിൽ 7 മുന്നണി സംവിധാനങ്ങൾ 7 തവണ സർക്കാർ മുന്നണി സംവിധാനത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ പരാജയമായിരുന്നു. ഒരാൾക്ക് ദേശായിക്ക് പോലും 2 വർഷമേ ഭരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യ സഖ്യത്തിന് മുമ്പ് UPA സഖ്യം ഉണ്ടായിരുന്നല്ലോ, അതും പരാജയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പ്രബല ശക്തികളായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രബല ശക്തിയാകുമ്പോഴും അല്ലെങ്കിൽ BJP ഒരു പ്രബല ശക്തിയായി മാത്രമേ ഒരു മുന്നണി സംവിധാനം ഈ രാജ്യത്ത് നിലനിൽക്കൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നിതീഷിനെയും മമതയെ പോലെയുള്ള പ്രാദേശിക ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം ഈ ഭരിക്കാൻ വേണ്ടിയുള്ള വ്യാമോഹം അത് ദിവാസ്വപ്നം മാത്രമാണെന്ന് എനിക്ക് തീർച്ചയായും. പക്ഷേ ഈ കശ്മീരിലും കർണാടകത്തിലുമൊക്കെ അധികാരം വളരെ പ്രധാനപ്പെട്ടതായപ്പോൾ ഈ കുടുംബാധിപത്യമുള്ളവരുമൊക്കെയായി BJPയും ഇടക്കാലത്തൊക്കെ കൈ കൊടുത്തിരുന്നു എന്നത് താങ്കൾക്കും പൂർണ്ണമായൊന്നും തള്ളിക്കളയാനാകുമെന്ന് തോന്നുന്നില്ല. പൂർണ്ണമായി തള്ളിക്കളയും. എന്തായാലും അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. അതുകൊണ്ട് ഞാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക് വീണ്ടും പോവുകയാണ്. ഡോക്ടർ